Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. KSTP റോഡിൽ കണ്ണപുരം റെയിൽവേ സ്റ്റേഷന് സമീപം അമിത വേഗതയിലെത്തിയ ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരന് ദാരുണാന്ത്യം. കണ്ണപുരം പൂമാലക്കാവിന് സമീപത്തെ കെ ഷിഞ്ചു ആണ് മരിച്ചത്. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലെ തെരുവുവിളക്കുകൾ പ്രകാശിപ്പിക്കാൻ നടപടിയില്ല. പഴയങ്ങാടി താവം പാപ്പിനിശ്ശേരി പാലങ്ങൾക്ക് മുകളിൽ കൂരിരുട്ട്. അപകടങ്ങൾ പതിവാകുമ്പോഴും അധികൃതർ നിസ്സംഗതയിൽ. കാട്ടുപന്നി ശല്യം രൂക്ഷം. മനംമടുത്ത് കോറോം, മുതിയലം, രാമൻകുളം പാടശേഖരത്തിലെ കർഷകർ. പ്രതികൂല കാലാവസ്ഥയിലും കർഷകർക്ക് നൂറുമേനി വിളവ് നൽകിയ പാടം കാട്ടുപന്നികളുടെ വിഹാര കേന്ദ്രമായതോടെ കൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി തീർന്നിരിക്കുകയാണ് പ്രദേശത്തെ കർഷകർ. 20ാമത് ഇന്റർനാഷണൽ തൈക്കോണ്ടോ സംസ്ഥാനതല മത്സരങ്ങൾക്ക് പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. ടി എ മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. KSTP റോഡിൽ കണ്ണപുരം റെയിൽവേ സ്റ്റേഷന് സമീപം അമിത വേഗതയിലെത്തിയ ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരന് ദാരുണാന്ത്യം. കണ്ണപുരം പൂമാലക്കാവിന് സമീപത്തെ കെ ഷിഞ്ചു ആണ് മരിച്ചത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അമിത വേഗതയിൽ വന്ന ബൈക്കിടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ശനിയാഴ്ച രാത്രി 10:50ഓടെയാണ് അപകടം നടന്നത്. കണ്ണപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വച്ച് റോഡ് മുറിച്ചു കടക്കവേ അമിത വേഗതയിലെത്തിയ ബുള്ളറ്റ് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ഷിഞ്ചുവിനെ ചെറുകുന്നിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. KSTP റോഡിൽ വാഹനങ്ങളുടെ അമിത വേഗത വലിയ അപകടങ്ങളാണ് വിളിച്ചു വരുത്തുന്നത്. ഒരാഴ്ചക്കിടെ 3 പേരുടെ ജീവനാണ് ഇവിടെ പൊലിഞ്ഞത്. കണ്ണപുരത്തെ കേരള വിഷൻ ഫ്രാഞ്ചൈസി ദൃശ്യ കേബിൾ വിഷൻ സ്റ്റാഫാണ് അപകടത്തിൽ മരിച്ച കെ ഷിഞ്ചു. ഗോപാലകൃഷ്ണന്റെയും രാധയുടെയും മകനാണ്. സഹോദരങ്ങൾ സാബു, സമോദ്. അപകടങ്ങൾ ഇഷ്ടം പോലെ ഇപ്പോൾ സംഭവിച്ചേ. ഒന്ന് അമിത വേഗതയും, രണ്ടുപേരും കൺട്രോളില്ലാതെ ആൾക്കാർ ചിലപ്പോൾ ചിന്ത കൊണ്ടും അതുകൊണ്ട് ഇതെല്ലാം കൊണ്ട് ആൾക്കാർക്ക് ഡ്രൈവിങ്ങിൻ്റെ സമയത്ത് കുറച്ച് കെയർ ചെയ്യുന്നില്ല എന്ന് തന്നെ കൂട്ടത്തിൽ നിന്ന് നമ്മൾ വഴിയാത്രക്കാരായാലും ഇപ്പോൾ റോഡ് ഇതുപോലത്തെ സൗകര്യങ്ങൾ റോഡിന് വരുന്നതിനോ ചേർന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് ജീവിക്കാനും ഇതാകണം. അത് നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലെ തെരുവുവിളക്കുകൾ പ്രകാശിപ്പിക്കാൻ നടപടിയില്ല. പഴയങ്ങാടി താവം പാപ്പിനിശ്ശേരി പാലങ്ങൾക്ക് മുകളിൽ കൂരിരുട്ട്. അപകടങ്ങൾ പതിവാകുമ്പോഴും അധികൃതർ നിസ്സംഗതയിലാണ്. ഏകദേശം 120 കോടിയോളം രൂപ ചെലവഴിച്ചിട്ടാണ് പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഈ റോഡിലെ പ്രധാന ആകർഷകമായിരുന്നു റോഡിലെ തെരുവ് വിളക്കുകൾ. മനോഹരമായ തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും ഇതുവരെ ഒരു വിളക്കുകൾ പോലും പ്രകാശിച്ചിട്ടില്ലെന്നാണ് ഈ നാട്ടുകാരുടെ പരാതി. പ്രത്യേകിച്ച് പഴയങ്ങാടിയിലെ 2 പാലങ്ങളും പാപ്പിനിശ്ശേരി പാലത്തിലും ഏത് സമയം കൂരിരുട്ടാണെന്ന വാദമാണ് ഈ നാട്ടുകാർക്ക് പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ നാട്ടിലെ ആളുകൾ നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. നമസ്കാരം. എന്താണ് നമ്മുടെ പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലെ രാത്രികാല യാത്രയെ കുറിച്ച് പറയാനുള്ളത്? പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ ഉദ്ഘാടനം ചെയ്ത സമയത്ത് തെരുവുവിളക്കുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ പരിപാലനം ശരിയായ രൂപത്തിൽ ഉണ്ടായിരുന്നില്ല. സോളാർ വിളക്കായിരുന്നു സ്ഥാപിച്ചത്. അപ്പോൾ അതിൻ്റെ പരിപാലനം ശരിയായ രൂപത്തിലല്ല. ഇപ്പോൾ ഈ കാണുന്ന മിക്ക സോളാർ ലൈറ്റിൻ്റെയും ബാറ്ററി ഉൾപ്പെടെ മോഷണം പോയൊരവസ്ഥയുള്ളത്. അപ്പോൾ അത് അന്വേഷിക്കാൻ വരെ ഇതുവരെ അതിൻ്റെ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. എല്ലാ സ്ഥലത്തും സോളാർ വിളക്കുണ്ടെങ്കിലും നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഒരൊറ്റ ഒന്നിന് പോലും അതിൻ്റെ ബാറ്ററി ഇല്ല. ചില സ്ഥലത്ത് പാനൽ പോലും ഇല്ല.
ടൗണിൽ ഉൾപ്പെടെ ചെറുതായി സ്ഥാപിച്ച സോളാർ ലൈറ്റിൻ്റെ അടിയിൽ നിന്ന് പോസ്റ്റ് ഉൾപ്പെടെ മുറിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ്. ഇതിന് ചോദിക്കാനും അറിയാനും ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. നമ്മുടെ ഈ പഴയങ്ങാടി പട്ടണത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള ഈ പഴയങ്ങാടി പുഴക്ക് മുകളിലുള്ള പാലത്തിലും അതുപോലെ തന്നെ മേൽപ്പാലത്തിലും രാത്രിയാൽ കൂരിട്ടാണ്. അതുപോലെ ഈ റോഡിൻ്റെ ഉദ്ഘാടന സമയത്ത് ഏകദേശം ഒരു 6 വർഷം മുന്നേ പഴയങ്ങാടി പുഴക്ക് മുകളിലുള്ള പാലത്തിൻ്റെ ലൈറ്റ് സ്ഥാപിക്കുന്നതിനാവശ്യമായ തൂണ് 2 സൈഡിലും വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ 6 വർഷമായിട്ടും അതിൻ്റെ മുകളിൽ ഒരു ലൈറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല, നടപ്പാത പോലും ഇല്ലാത്ത പാലമാണ്. 2 സൈഡിലേക്കൂടിയും കേബിൾ ഉൾപ്പെടെ പോകുന്നുണ്ട്. അപ്പോൾ യാത്രക്കാർ ജീവൻ പണയം വെച്ചിട്ടാണ് പഴയങ്ങാടി പുഴയുടെ മുകളിലുള്ള പാലത്തിലേക്ക് കൂടി നടന്നു വരുന്നത്. നടപ്പാത ഉണ്ടെങ്കിൽ നടപ്പാത മുകളിലേക്ക് നടക്കാം. അപ്പോൾ സൈഡിലേക്ക് പോകാനും പറ്റില്ല. അതുപോലെ തന്നെ ഈ ലൈറ്റ് സ്ഥാപിക്കാൻ ആക്കിയ തൂണ് തടഞ്ഞ് നിരവധി വാഹനങ്ങളും യാത്രക്കാർക്കും അപകടം പറ്റിയിട്ടുണ്ട്. പക്ഷേ അതിന് പരാതിക്കാരില്ലാത്തതുകൊണ്ട് അത് പരാതിയായില്ല എന്ന് മാത്രം. തൂണ് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. പല തൂണുകളും കമ്പി പുറത്ത് വന്ന് ഡാമേജായി, വാഹനം അടിച്ച് ഡാമേജായ നിലയിലാണ് പല തൂണുകളും ഉള്ളത്. അപ്പൊ അതിന് നിലവിൽ ആരാണ് ഇതിന്റെ പരിപാലനം ഏറ്റെടുക്കേണ്ടത്? ആരുടെ പരിപാലനം? ഇതിപ്പോ KSTPയുടെ പരിപാലന കാലാവധി കഴിഞ്ഞതിന് ശേഷം റോഡിന്റെ മെയിൻ്റെനൻസ് പൊതുമരാമത്ത് വകുപ്പാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഇപ്പോൾ മെയിൻ്റെനൻസ് വർക്കുകൾ പൊതുമരാമത്ത് വകുപ്പ് നേരിട്ടാണ് നടത്തുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ സോളാറിന്റെ തെരുവുളക്കിന്റെ പരിപാലനവും അത് പൊതുമരാമത്ത് വകുപ്പ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട സ്വയംഭരണ സ്ഥാപനങ്ങൾ ആയിരിക്കുമല്ലോ നടത്തുന്നത്. അപ്പോൾ അവരെ മുൻകൈ എടുക്കണം. ഇപ്പോൾ പഴയങ്ങാടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ പരിപാലനം പഞ്ചായത്താണ് നടത്തുന്നത്. അതുപോലെ തന്നെ തെരുവുകളുടെ പരിപാലനം, അതായത് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന തെരുവുകളുടെ പരിപാലനം പ്രത്യേകിച്ചിട്ട് സർക്കാരിന്റെ നേതൃത്വത്തിൽ നിലാവ് പദ്ധതി പോലുള്ള പദ്ധതികൾ നടപ്പാക്കിയിട്ട് പ്രത്യേകിച്ച് എല്ലാ സ്ട്രീറ്റ് ലൈറ്റുകളും സോളാറാക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഈ സംവിധാനം നമ്മുടെ ഈ പ്രദേശത്ത് നടപ്പായിട്ടുണ്ട്. എന്താ പറയാനുള്ളത്? നമ്മുടെ പ്രദേശത്ത് നടപ്പായിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉൾപ്രദേശങ്ങളിൽ നടപ്പായിട്ടുണ്ട്. നമ്മൾ ഗ്രാമീണ റോഡുകളിൽ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. പക്ഷെ അത് സോളാർ അല്ല, സാധാരണ വൈദ്യുതി ഉപയോഗിച്ചിട്ട് കത്തുന്ന ലൈറ്റുകളാണ്. പക്ഷേ ഈ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം, എവിടെയെങ്കിലും ഒരു ലൈറ്റ് ഒന്നുമില്ല. ഇതിപ്പോൾ ഏകദേശം ഇവിടുന്ന് ഈ ഒരു സൈഡിൽ തന്നെ ഏകദേശം 8ഓളം തൂണുണ്ട്. ഒരൊറ്റ തൂണിൽ പോലും ലൈറ്റ് കത്തുന്നില്ല. മേൽപ്പാലത്തിൻ്റെ മുകളിലാണെങ്കിൽ ഒരു ലൈറ്റ് പോലും ഇല്ല. അപ്പോൾ ഇത് കാൽനട യാത്രക്കാർക്കായാലും വാഹനം ആയിക്കഴിഞ്ഞാലും ഓപ്പോസിറ്റ് വരുന്ന ഒരു വണ്ടിയുടെ ലൈറ്റ് കണ്ണിലേക്ക് അടിച്ചാൽ ഒരു ഡ്രൈവർക്ക് കണ്ണ് കാണാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ കാൽനട യാത്രക്കാരൻ എന്തോ അവർക്ക് ജീവനിരുന്നുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടു പോകുന്നതാണ്. എത്രയോ തവണ എൻ്റെത് ഉൾപ്പെടെ വണ്ടി കാൽനട യാത്രക്കാര പഴയങ്ങാടി പുഴയുടെ മുകളിൽ പാലത്തിൻ്റെ മുകളിൽ തട്ടാനായിട്ടുണ്ട്. എന്നാൽ അത് സ്ഥലമില്ല, 2 വണ്ടി വരുമ്പോൾ സ്ഥലമില്ല. അപ്പോൾ സൈഡാക്കുമ്പോൾ പെട്ടെന്നാണ് ഒരു ഇരുട്ടിലെ വസ്ത്രങ്ങളൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ കാൽനട യാത്രക്കാരൻ നമ്മൾ കാണൂല രാത്രിക്ക്. അപ്പോൾ പെട്ടെന്നാണ് കാണുക. അപ്പോൾ നമ്മൾ മെല്ലെ വരുന്നതുകൊണ്ട് മാത്രമാണ് ഒരു അപകടത്തിൽ പെടാണ്ട് നമ്മൾ രക്ഷപ്പെടുന്നത്. അപ്പോൾ ഇത് അപകടത്തിൽ പെട്ടതിന് ശേഷം ശരിയാക്കാനോ അധികാരികളെ കാത്തു നിൽക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഏറെ ദുരിതമനുഭവിച്ചാണ് ഇതുവഴി നടന്നു പോകുന്നത്. അതുപോലെ തന്നെ വാഹനയാത്രക്കാരും ഏറെ ബുദ്ധിമുട്ടിയാണ് ഈ കൂരിരുട്ടിലൂടെ കടന്നു പോകുന്നത്. ഇതിനൊരു പരിഹാരം കാണാൻ പ്രദേശത്തെ MPയും MLA എല്ലാം മുൻകൈ എടുത്തുകൊണ്ട് ഇതിൻ്റെ പരിഹാരം ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പഴയങ്ങാടി പാലത്തിന് മുകളിൽ നിന്ന് ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താപം, നെറ്റ്വർക്ക് ന്യൂസ്. കാട്ടുപന്നി ശല്യം രൂക്ഷം. മനമെടുത്ത് കോറോം മുതിയലം രാമംകുളം പാടശേഖരത്തിലെ കർഷകർ. പ്രതികൂല കാലാവസ്ഥയിലും കർഷകർക്ക് 100 മേനി വിളവ് നൽകിയ പാടം കാട്ടുപന്നികളുടെ വിഹാര കേന്ദ്രമായി മാറിയതോടെ കൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി തീർന്നിരിക്കുകയാണ് പ്രദേശത്തെ കർഷകർ. കാട്ടുപന്നികളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് കോറോം മുതിയലം രാമംകുളം പാടശേഖരത്തിലെ കർഷകർ. 3 വിള കൃഷി ഇറക്കുന്ന വയലായിരുന്നു രാമംകുളം പാടശേഖരം. നല്ല വിളവ് നൽകുന്നതിനാൽ തന്നെ കൃഷിവകുപ്പിന്റെ പരീക്ഷണ കേന്ദ്രം കൂടിയായിരുന്നു ഈ വയൽ. സുനിൽകുമാർ കൃഷിവകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് ആദ്യമായി യന്ത്രവൽകൃത കൃഷിരീതി പരീക്ഷിച്ച വയൽ കൂടിയാണിത്. പ്രതികൂല കാലാവസ്ഥയിലും കർഷകർക്ക് 100 മേനി വിളവ് നൽകിയിരുന്ന പാടമാണിത്. എന്നാൽ പെരുമ്പപ്പുഴയോരത്തെ കാടുകൾ കാട്ടുപന്നികളുടെ വിഹാര കേന്ദ്രമായതോടെ കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ്. നെൽക്കതിരുകൾ പാകമാകുമ്പോഴേക്കും കാട്ടുപന്നികൾ കൂട്ടത്തോടെ എത്തി വിളകൾ നശിപ്പിക്കുകയാണിവിടെ. ഇതോടെ വയലിന്റെ ഭൂരിഭാഗവും തരിച്ചിട്ട് കൃഷിയിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് പ്രദേശത്തെ കർഷകർ. സാധാരണ 3 വിളക്കെടുക്കുന്ന സ്ഥലമാണിപ്പോൾ. ആ സ്ഥലം ഇപ്പം 2021 ശേഷം ആരും കൃഷി എടുക്കില്ല, പന്നി കാരണം. ഇപ്പോൾ രണ്ട് പേരുടെ കൃഷി എടുത്തിരുന്നു, ഒരു രാമേന്ദ്രനും ഒരു ലക്ഷ്മി എടുത്തു. അവർ 2 പേരും കൃഷി ചെയ്തവരെ മൂർന്നിട്ടില്ല. ചുമട്ട് തൊഴിലാളിയായ MV രാമചന്ദ്രനും മറ്റു ചിലരും ഈ പാടശേഖരത്തിലെ 7 വയലുകൾ പാട്ടത്തിനെടുത്ത് കൃഷി ഇറക്കിയിരുന്നു. എന്നാൽ നെല്ല് പാകമായതോടെ കാട്ടുപന്നികളെത്തി എല്ലാം നശിപ്പിച്ചു.
കമ്പിവേലിയൊരുക്കി അതിൽ സാരി കെട്ടി സംരക്ഷിച്ചാണ് ഇവർ കൃഷി ഇറക്കിയതെങ്കിലും വേലി തകർത്താണ് ഇവരുടെ ഏക്കർ കണക്കിന് കൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചത്. ഒരു വയലിൽ പന്നികൾ ബാക്കി വെച്ചതാണ് രാമചന്ദ്രൻ കൊയ്തെടുത്തത്. മറ്റ് 2 പേരുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. മുത്തിയലത്തെ റിട്ടയർഡ് SI സുബ്രഹ്മണ്യന്റെ അവസ്ഥയും മറ്റൊന്നല്ല. ഇദ്ദേഹത്തിന്റെ 50 സെന്റ് വയലിൽ വർഷങ്ങളായി കൃഷിയിറക്കാൻ കാട്ടുപന്നികൾ അനുവദിക്കാറില്ല. ഭക്ഷ്യസുരക്ഷയ്ക്ക് ഗുരുതര ഭീഷണിയായ കാട്ടുപന്നികളുടെ എണ്ണം പെരുകുന്നത് കാർഷിക മേഖലയെ ഗുരുതരമായി ബാധിക്കുമെന്നും കർഷകർ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. 20ാമത് ഇന്റർനാഷണൽ തൈക്കോണ്ടോ സംസ്ഥാനതല മത്സരങ്ങൾക്ക് പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. TA മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. 20ാമത് ഇന്റർനാഷണൽ തൈക്കോണ്ടോ സംസ്ഥാനതല മത്സരങ്ങൾക്ക് പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. TA മധുസൂദനൻ MLA മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ആഹ്ലാദകരമായിട്ടുള്ളൊരു വാർത്തയാണ്. കുറേ കാലത്തിന് ശേഷമാണ് ഫുട്ബോൾ ഇത്തവണ നമുക്ക് സ്വർണത്തിലേക്ക് എത്താൻ കഴിഞ്ഞത്. അത്ലറ്റിക്സിൽ തീർച്ചയായിട്ടും എല്ലാ ഘട്ടങ്ങളിലും മുന്നിൽ നിന്നിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. അതിൽ പരിമിതികൾ ഉണ്ടാവുന്ന ഒരു സന്ദർഭത്തിൽ കൂടിയാണ് തൈക്കൊണ്ടോ പോലുള്ള ഇനങ്ങളിൽ നമുക്ക് മികച്ച വിജയം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. ഈ ഒരു ചടങ്ങിൽ സ്വാഗതഭാഷണം നടത്തിയിട്ടുള്ള ശ്രീ ജോസി ചെറിയാൻ, നിങ്ങളിതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. വിവിധ ജില്ലകളിൽ നിന്നും 144 ഇനങ്ങളിലായി 500ഓളം മത്സരാർത്ഥികൾ പങ്കെടുക്കും. വി അബ്ദുറഹ്മാൻ മത്സരങ്ങൾ നിയന്ത്രിച്ചു. PA സന്തോഷ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി. SP ജോസി ചെറിയാൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ T വിശ്വനാഥൻ, V ബാലൻ, നഗരസഭാ കൗൺസിലർ മണിയറ ചന്ദ്രൻ, ഗംഗാധരൻ മേലെടുത്ത്, B നന്ദകുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. തായ്നേരി കുറിഞ്ഞി ക്ഷേത്രത്തിൽ കളിയാട്ടത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് ക്ഷേത്രമുറ്റത്ത് ആനപ്പന്തൽ ഉയർന്നു. ക്ഷേത്രോത്സവങ്ങൾക്ക് മുന്നോടിയായി കൊടിയേറ്റം നടത്തുന്നതിന് സമാനമായാണ് ആചാരപ്പെരുമയുള്ള ആനപ്പന്തൽ ക്ഷേത്രത്തിൽ ഉയർന്നത്. പന്തലിന്റെ അളവെടുത്ത് നിർമ്മിക്കുന്ന മരത്തിന്റെ പട്ടികയിൽ തിരിയോല കൊണ്ട് ഭംഗിയിൽ കെട്ടുന്നതാണ് ആനപ്പന്തൽ നിർമ്മാണത്തിന്റെ ആദ്യപടി. ചുവന്ന ചായം തേച്ച പട്ടികയ്ക്ക് പ്രത്യേകമായ അലങ്കാരം നൽകുന്നതാണ് തിരിയോല കൊണ്ടുള്ള ഈ കെട്ട്. ഇതിനു മുകളിലായാണ് പ്രത്യേകമായി മെടഞ്ഞെടുത്ത ഓലകൾ അടുക്കിവച്ച് കെട്ടി മേലാപ്പൊരുക്കുന്നത്. ഇത്രയുമായാൽ ഭാരമേറിയ ഈ മേലാപ്പ് ക്ഷേത്ര തിരുമുറ്റത്ത് സ്ഥാപിച്ചിട്ടുള്ള തൂണിനു മുകളിൽ കയറ്റുന്നതാണ് അടുത്ത പടി. മുൻകാലങ്ങളിൽ ഇവ ചുമലിൽ വച്ച് ബാല്യക്കാർ തൂണിനു മുകളിൽ വലിഞ്ഞു കയറുകയാണ് പതിവത്രേ. എന്നാൽ ഇപ്പോൾ ഏറെ സാഹസികമായ ഈ പ്രവൃത്തിക്ക് ചവിട്ടിക്കയറാൻ സ്റ്റെപ്പുകളുടെയും മേൽക്കൂര മുകളിലേക്ക് ഉയർത്താൻ കയറിന്റെയും കപ്പികളുടെയും സഹായം തേടാറുണ്ട്. എങ്കിൽ പോലും ഏറെ ശ്രമകരമായ ദൗത്യമാണിത്. നിരവധി ഭക്തജനങ്ങളായിരുന്നു ആനപ്പന്തൽ ഉയരുന്നത് കാണുന്നതിനായി ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നത്. ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന് മുന്നോടിയായി ആനപ്പന്തൽ ഒരുങ്ങിയിട്ടുണ്ട്. ആനപ്പന്തൽ എന്ന് പറയുമ്പോൾ ആനയുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷെ ആനയെ പോലെ 4 കാലിൽ തലയെടുപ്പോട് നിൽക്കുന്ന പന്തൽ എന്ന അർത്ഥത്തിലാണ് ആനപ്പന്തൽ എന്ന് പേര് വന്നിരിക്കുന്നത്. നാളെ മുതൽ കളിയാട്ടം ആരംഭിക്കുകയാണ്. തെയ്യത്തിൻ്റെ തോറ്റങ്ങളൊക്കെ ഈ ആനപ്പന്തലിന് കീഴേ നിന്നാണ് ചെയ്യേണ്ടത്. അത്തരത്തിൽ ആനപ്പന്തലിന് വലിയ പ്രാധാന്യം തന്നെയാണ് കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് ഉള്ളത്. ഈ പന്തൽ കയറ്റുന്നതിനും കൃത്യമായ ഒരു മാർഗനിർദ്ദേശമുണ്ട്. ആളുകളുടെ ചുമലിലേറ്റിയാണ് പന്തൽ ഈ തൂണിന് മുകളിൽ കയറ്റി വയ്ക്കുന്നത്. അത്തരത്തിൽ ഏറ്റവും ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ തന്നെയാണ് കളിയാട്ടത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ആനപ്പന്തൽ ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ. പയ്യന്നൂർ നഗരസഭ 2024-25 സമഗ്ര വിദ്യാഭ്യാസ പരിപോഷണ പദ്ധതി ടാലന്റ് സെർച്ച് പരീക്ഷാ പരിശീലനം ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടന്നു. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. ഏറ്റവും മികച്ച നിലയിൽ വിദ്യാഭ്യാസ രംഗത്ത് നല്ല നില മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളെ
അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടാലൻറ്റ് സെർച്ച് കോഴ്സ് എന്നുള്ള നിലയിൽ ഇവിടെ നിങ്ങൾക്ക് ക്ലാസ് ഇന്ന് ലഭിക്കുകയാണ്. ക്ലാസ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് പരീക്ഷ നടത്തും. അതിൽ വിജയിച്ചു വരുന്ന 10 കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് നഗരസഭയുടെ ഭാഗത്ത് നൽകും. നഗരസഭയ്ക്കകത്തെ ഹൈസ്കൂളുകളിൽ നിന്നായി 9ാം തരത്തിലെ 168 വിദ്യാർത്ഥികളാണ് പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. തുടർന്ന് നടക്കുന്ന പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കുന്നവർക്ക് സ്കോളർഷിപ്പ് നൽകുകയാണ് പദ്ധതിയിലൂടെ ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ പൂർണ്ണമായും സജ്ജരാക്കുക എന്നതാണ് പരിശീലനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി പി സമീറ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാളും പദ്ധതിയുടെ ഇംപ്ലിമെന്റിംഗ് ഓഫീസറുമായ സതീഷ് കുമാർ എം പി, സ്നേഹവല്ലി വി, ഭാസ്കരൻ എം വി, അഞ്ജു എം എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേട്ടെഴുത്തുകലയിലെ പ്രതിഭ എം ശശിമോഹനെ പയ്യന്നൂർ വായനാവേദി അനുമോദിച്ചു. ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. പ്രമുഖരുടെ പ്രസംഗങ്ങൾ തത്സമയം കേട്ടെഴുതുന്നതിൽ പ്രതിഭാധനായ എം ശശിമോഹനെ പയ്യന്നൂർ വായനാവേദി അനുമോദിച്ചു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന പരിപാടി ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. അതിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള പരിശീലനമുണ്ട്, അവർക്കതിനുള്ള വഴിയുണ്ട്. നല്ല എക്സ്പീരിയൻസോട് കൂടിയിട്ടാണ് അവർ കൃത്യമായിട്ടും കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നത്. ഇതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടും. പിന്നെ അവരുമായിട്ട് ആശയവിനിമയം നടത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അവർ ഈ ഷോർട്ട് ഹാൻഡ് ഒക്കെ പഠിച്ച് ഏത് കാര്യവും അവർ എല്ലാം ഇതാക്കി കൊണ്ടുപോയി അവിടെ പോയിട്ട് അത് നേരെ മലയാളത്തിലേക്ക് മാറ്റി എഴുതിയിട്ടാണ് പിന്നീട് പ്രിൻറ്റിലേക്ക് പോയി നമുക്കതിന് കറക്ഷൻ നടത്താൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കിട്ടുന്നത്. ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും SSLC അല്ലെങ്കിൽ ഒരു ഈ വെക്കേഷൻ സമയത്ത് മുഖ്യമായിട്ട് പോകുന്ന ഒരിടം ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ്. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ അനുമോദന ഭാഷണം നടത്തി. അറിവും ആവിഷ്കാരവും എന്ന വിഷയത്തിൽ ഡോക്ടർ PJ വിൻസെന്റ് പ്രഭാഷണം നടത്തി. VK രവീന്ദ്രൻ അധ്യക്ഷനായി. CK കുഞ്ഞിരാമൻ, പ്രൊഫസർ K ജനാർദ്ദനൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള NGO യൂണിയൻ 43ാം പയ്യന്നൂർ ഏരിയ സമ്മേളനം പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിച്ച് അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം അനുവദിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. നമ്മുടെ റിപ്പോർട്ടിൽ ഒട്ടേറെ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും. പ്രക്ഷോഭ സമരവുമായി ബന്ധപ്പെട്ട് ആമസോണിലെ പ്രക്ഷോഭം, കൊറിയയിൽ സാംസങ്ങിന്റെ പ്രക്ഷോഭം നടന്നിട്ടുണ്ട്, ഇന്ത്യയിലെ ശ്രീപെരുമ്പത്തൂരിലും നടന്നിട്ടുണ്ട്. ആ പ്രക്ഷോഭങ്ങളുടെ എല്ലാം ഭാഗമായിട്ട് ഒത്തുതീർപ്പിലേക്ക് എത്തേണ്ട സാഹചര്യത്തിലേക്ക് തൊഴിലാളികൾ നിൽക്കുന്നു എന്നത് ഒരു വലിയ കാര്യമാണ്. അങ്ങനെ അടിച്ചമർത്താൻ കഴിയാത്ത സാഹചര്യത്തിലേക്കുള്ള യോജിപ്പ് ആ മേഖലയിൽ ഉണ്ടായി വരുന്നുണ്ട്. സമ്മേളനം യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം C. ഗാഥ ഉദ്ഘാടനം ചെയ്തു. PV മനോജ് അധ്യക്ഷത വഹിച്ചു. ഏരിയ വൈസ് പ്രസിഡന്റ് AP ഹരീഷ്, ജോയിന്റ് സെക്രട്ടറി TV ജിജ, MT ലീജു, CP മുരളീധരൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം വിഷുവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായുള്ള വട്ടൽപന്തൽ നിർമ്മാണം പുരോഗമിക്കുന്നു. ക്ഷേത്രം സേവാ സമിതിയുടെ നേതൃത്വത്തിലാണ് വട്ടപ്പന്തൽ ഒരുക്കുന്നത്. അന്നദാനം കൊണ്ട് പുകൾപെറ്റ ക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമാണ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ വട്ടപ്പന്തൽ എന്ന് പറയുന്നത് എന്നും ലോക ശ്രദ്ധയാകർഷിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇത്തവണയും വട്ടപ്പന്തലിന്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. അന്നദാനം കൊണ്ട് പുകൾപെറ്റ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വട്ടപ്പന്തൽ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു. ജനകീയ കൂട്ടായ്മയിൽ 111ഓളം തേക്കിൻകാലുകൾ ഉയർന്നു. ഏറെ ആവേശത്തിലാണ് ഭക്തജനങ്ങളും നാട്ടുകാരും. 111ഓളം തേക്കിൻ തൂണുകൾ, 6000ഓളം മെടഞ്ഞ ഓല, 1600ലധികം മുള എന്നിവ പന്തൽ നിർമ്മാണത്തിന് ഉപയോഗിച്ചു വരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ വട്ടപ്പന്തലാണ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേത്. മാർച്ച് മാസത്തിൽ തന്നെ നിർമ്മാണം പൂർത്തിയാകും. അപ്പോൾ ഒരു ട്രെയിനിങ്ങിൻ്റെ സമയത്ത് മാത്രമേ എനിക്ക് ഈ അമ്പലത്തിൻ്റെ ഉത്സവം കാണാൻ പറ്റാതെ പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ ഈ വട്ടപ്പന്തലും ഇതിലെ ഉത്സവങ്ങളും എല്ലാം കാണാനുള്ള ഭാഗ്യം ചെറുകുന്നിലമ്മ അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്. ഇപ്പം റിട്ടയർമെൻ്റ് വന്നതിന് ശേഷം ഇവിടുത്തെ കാൽനാട്ടൽ ഇതിൻ്റെ 108 തൂണുകൾ നാട്ടിൽ നിന്ന്, അതായത് ജനുവരി 26-നാണ് ആ ഫംഗ്ഷൻ. അന്നും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ചെയ്തിട്ടുണ്ട്.
ഈ ക്ഷേത്രം ഒരു മഹാക്ഷേത്രം ആണ്. അതിൽ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമാവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ നമ്മുടെ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണല്ലോ വട്ടപ്പന്തൽ എന്ന് പറയുന്നത്. എങ്ങനെയാണ്, എപ്പോഴാണ് ഇതിൻ്റെ പ്രവൃത്തി തുടങ്ങിയത്? ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ മേടം സംക്രമം മുതൽ മേടം 6-ാം തീയതി വരെയാണ് ചെറുകുന്നമ്പലത്തിലെ ഉത്സവം. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനം നില നിലയിലാണ് ഇവിടെ ഇപ്പം വട്ടപ്പന്തലിൻ്റെ പണി ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മുള വന്നിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 101 തൂണോളം നിലവിൽ ഈ വട്ടപ്പന്തലിന് ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ 6000 മടൽ ഓല, 2000-ത്തോളം മുളകൾ ഇതെല്ലാം കൂടി പിന്നെ ഒരു 7 ലക്ഷം 8 ലക്ഷം കൊടുത്തോളം വില മതിക്കും ഈ വട്ടപ്പന്തൽ ഒരുങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും ഇതിൻ്റെ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴാണ് ഇത് പൂർത്തിയാകുക? അതുപോലെ തന്നെ എപ്പോഴാണ് ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ എന്തൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ട്? ആദ്യ ഇതെന്ന് പറഞ്ഞാൽ ജനുവരി 2-നാണ് ആദ്യത്തെ തൂണ് ഇവിടെ നിർത്തുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം 6 മാസം പന്തൽ എന്നുള്ള ഒരു ചടങ്ങാണ് പണ്ട് കാലങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നത്. ഗജവീരന്മാരുടെ അകമ്പടിയോടെ നടക്കുന്ന വിഷുവിളക്കുത്സവത്തിൽ എഴുന്നള്ളത്ത് നടക്കുന്നത് ഈ വട്ടപ്പന്തലിൽ വെച്ചാണ്. ഏപ്രിൽ ആദ്യവാരത്തിൽ തന്നെ വട്ടപ്പന്തലിൽ വിഷുവിളക്കുത്സവത്തിനായുള്ള ദീപാലങ്കാരങ്ങൾ തെളിയും. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ വിഷുവിളക്കുത്സവം ഇന്നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ നാടിൻ്റെ ഉത്സവം തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വട്ടപ്പന്തൽ എന്ന് പറയുന്നത്. ഏത് വിദേശത്തുള്ള ആളുകൾ പോലും എന്നാൽ വട്ടപ്പന്തലിൽ കാണാമെന്നുള്ള ചൊല്ല് ഈ നാട്ടിൽ സുപരിചിതമാണ്. ഏപ്രിൽ മാസം വിഷുവിളക്കുത്സവത്തിനായുള്ള വട്ടപ്പന്തൽ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവും, നെറ്റ്വർക്ക് ന്യൂസ്. മുസ്ലിം ലീഗ് നേതാവും വികസന നായകനും സഹകാരിയും മാധ്യമപ്രവർത്തകനുമായ ഉടുമ്പുംതലയിലെ VT ഷാഹുൽ ഹമീദിന്റെ നിര്യാണത്തിൽ തൃക്കരിപ്പൂർ ടൗണിൽ മൗനജാഥയും സർവകക്ഷി അനുശോചന യോഗവും നടന്നു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന അനുശോചന യോഗത്തിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് നേതാവും സഹകാരിയും മാധ്യമപ്രവർത്തകനുമായ ഉടുമ്പുംതലയിലെ VT ഷാഹുൽ ഹമീദിന്റെ നിര്യാണത്തിൽ തൃക്കരിപ്പൂരിൽ അനുശോചനം സംഘടിപ്പിച്ചു. AGC ബഷീർ, റസാഖ് പുനത്തിൽ, C ദാമോദരൻ, സത്താർ വടക്കുംപാട്, TP ഉഷ, M ഗംഗാധരൻ, EV ഗണേശൻ, TV ഷിബിൻ, C ബാലൻ, TV വിജയൻ, EV ദാമോദരൻ, ഉർമീസ് തൃക്കരിപ്പൂർ, KV അമ്പു, AG ബഷീർ തുടങ്ങിയവർ അനുശോചന യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി 25 വെള്ളിയാഴ്ച പെട്രോൾ പമ്പ് പാചകവാതക തൊഴിലാളികളുടെയും കലക്ട്രേറ്റ് മാർച്ചിന് മുന്നോടിയായി CITU പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. VK ബാവുരാജ് ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ പാചകവാതക മേഖലയിൽ മിനിമം കൂലി നടപ്പിലാക്കുന്നതുവരെ തൊഴിലാളികൾക്ക് 2500 രൂപ ഇടക്കാല ശമ്പള വർധനവ് അനുവദിക്കുക, പാചകവാതക മേഖലയിൽ ജോലി ചെയ്യുന്ന മുഴുവൻ തൊഴിലാളികളെയും മാസശമ്പളക്കാരാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫെബ്രുവരി 25 വെള്ളിയാഴ്ച രാവിലെ പെട്രോൾ പമ്പ് പാചകവാതക തൊഴിലാളികളുടെ കളക്ടറേറ്റ് മാർച്ചിന് മുന്നോടിയായി CITU പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ നടന്നു. പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്ന പരിപാടി ഏരിയ പ്രസിഡന്റ് KV രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ VK ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഈ മേഖലക്കകത്ത് വലിയ പ്രയാസം നേരിടുമ്പോൾ ആ പ്രയാസം കൂടെ മാറ്റിയെടുക്കാൻ ആവശ്യമായ ഇടപെടലുകളാണ് CITU എന്നതിൽ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനാവശ്യമായ പ്രക്ഷോഭ സമരങ്ങൾ നമ്മുടെ അതാത് തലങ്ങളിൽ ഉയർത്തി കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രക്ഷോഭം, കളക്ടറേറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള പ്രക്ഷോഭം നാം മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഇതിന്റെ യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയ പ്രേമാനന്ദൻ സൂചിപ്പിക്കും. T രാഘവൻ, A പ്രേമരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കൺസ്ട്രക്ഷൻസ് ആൻഡ് ലോഡിംഗ് വർക്കേഴ്സ് യൂണിയൻ CITU പേരളം നോർത്ത് ഡിവിഷൻ സമ്മേളനം പുത്തൂരിൽ നടന്നു. CITU ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൺസ്ട്രക്ഷൻ ആൻഡ് ലോഡിംഗ് വർക്കേഴ്സ് യൂണിയൻ പേരളം നോർത്ത് ഡിവിഷൻ സമ്മേളനം പുത്തൂരിൽ നടന്നു. CITU ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നിർമ്മാണ തൊഴിലാളി മേഖല എന്നത് നമുക്കറിയാം. ചിലപ്പോൾ ഒട്ടനവധി സമരങ്ങൾ തങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്തുടനീളം ദേശീയാടിസ്ഥാനത്തിലടക്കം സംഘടിപ്പിച്ച് തങ്ങളുടെ ദുരിതങ്ങൾ അവസാനിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടുമായി ബന്ധപ്പെട്ട് സംഘടന മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ഇപ്പോൾ സംഘടന ഒരു സമരപാതയിലാണ് എന്നതിനെ സംബന്ധിച്ച് തർക്കമില്ല. നിർമ്മാണ തൊഴിലാളി മേഖലയിൽ മാത്രമല്ല ഈ പ്രതിസന്ധിയുള്ളത്.
ഇന്ന് നമ്മുടെ രാജ്യത്തെ എല്ലാ തൊഴിൽ മേഖലയിലും വലിയ തോതിലുള്ള പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം തൊഴിലാളികളിൽ 90% അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്നവരാണ്. സമ്മേളനത്തിൽ പെൻഷൻ പറ്റിയ മുൻകാല പ്രവർത്തകരെ CPIM പെരളം നോർത്ത് ലോക്കൽ സെക്രട്ടറി K. മധു ആദരിച്ചു. യൂണിയൻ ഏരിയ ജോയിന്റ് സെക്രട്ടറി M. ബാലൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡിവിഷൻ സെക്രട്ടറി MV തമ്പാൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. രക്തസാക്ഷി പ്രമേയം M. കുഞ്ഞികൃഷ്ണനും അനുശോചന പ്രമേയം PK. പവിത്രനും അവതരിപ്പിച്ചു. യൂണിയൻ പ്രസിഡന്റ് V. ഷിബു ചടങ്ങിൽ അധ്യക്ഷനായി. MV തമ്പാൻ, MK. ശശിധരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSTP റോഡിൽ കണ്ണപുരം റെയിൽവേ സ്റ്റേഷന് സമീപം അമിത വേഗതയിലെത്തിയ ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരന് ദാരുണാന്ത്യം. കണ്ണപുരം പൂമാലക്കാവിന് സമീപത്തെ K. ഷിഞ്ചുവാണ് മരിച്ചത്. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലെ തെരുവുവിളക്കുകൾ പ്രകാശിപ്പിക്കാൻ നടപടിയില്ല. പഴയങ്ങാടി താവം പാപ്പിനിശ്ശേരി പാലങ്ങൾക്ക് മുകളിൽ കൂരിരുട്ട്. അപകടങ്ങൾ പതിവാകുമ്പോഴും അധികൃതർ നിസ്സംഗതയിൽ. കാട്ടുപന്നി ശല്യം രൂക്ഷം. മനംമടുത്ത് കോറോം മുതിയലം രാമൻകുളം പാടശേഖരത്തിലെ കർഷകർ. പ്രതികൂല കാലാവസ്ഥയിലും കർഷകർക്ക് നൂറുമേനി വിളവ് നൽകിയ പാടം കാട്ടുപന്നികളുടെ വിഹാര കേന്ദ്രമായതോടെ കൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി തീർന്നിരിക്കുകയാണ് പ്രദേശത്തെ കർഷകർ. 20ാമത് ഇന്റർനാഷണൽ തൈക്കോണ്ടോ സംസ്ഥാനതല മത്സരങ്ങൾക്ക് പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. ടി. എ. മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.